ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് റാഗി വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ അമിതവണ്ണം കുറയ്ക്കാനൊക്കെ ആയിട്ടും ഇപ്പോൾ എല്ലാവരും തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് റാഗി. അപ്പോൾ അത്തരക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ചോറൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു അപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ 1 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പ് റാഗിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഒരു 10 അപ്പം വരെയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ റാഗിപ്പൊടിയൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീട്ടിലൊക്കെ പൊടിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അതാ 1 കപ്പ് റാഗിപ്പൊടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചോറോ അരിപ്പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. റാഗിപ്പൊടി മാത്രം വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഷുഗർ ഉള്ളവർക്കൊക്കെയാണ് സ്ഥിരമായിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കൊടുക്കുന്നതെങ്കിൽ അവർക്ക് പഞ്ചസാര ചേർക്കാതെ തന്നെയാണ് നല്ലത്. നമ്മുടെ ഈസ്റ്റ് പെട്ടെന്ന് പെർമനൻ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ചൊരു ടൈം എടുക്കുന്നേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ നമ്മുടെ റാഗിപ്പൊടി എടുത്തിട്ടുള്ള അതേ സെയിം കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതിലാദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പൊടിയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മിക്സ് ജാറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതേ ഒരു രീതിയിൽ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മൊത്തമായിട്ട് ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ റാഗിപ്പൊടി എടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണ്. അപ്പോൾ ചില പൊടികൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊന്ന് വെള്ളത്തിൻ്റെ അളവും ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് 1 കപ്പ് വെള്ളം ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിതിൽ റാഗിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ തേങ്ങയല്ലേ നമുക്ക് അരഞ്ഞ് കിട്ടാനുള്ളൂ. അപ്പോൾ അത് ഒരു 5 മിനിറ്റോളം നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഷുഗർ ഉള്ളവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും സ്ഥിരമായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. അപ്പോൾ അത് നമ്മുടെ മിക്സ് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതിനെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും പെർമനൻ്റ് ആവാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു തണുപ്പുള്ള ടൈമാണല്ലോ. അപ്പോൾ 1 മണിക്കൂറോളം ഞാനിവിടെ പെർമനൻ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയ്ക്ക് ആണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നല്ല പോലെ പൊങ്ങി കിട്ടും. അപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ മിക്സ് നല്ലപോലെ ഏകദേശം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ പൊങ്ങി വന്നിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ്. അപ്പോൾ അത് നല്ല ടൈറ്റാണ് ഇപ്പോൾ നമ്മുടെ മാവുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് തന്നെ ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇനി ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാനില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ചൂടായ പാനിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മാവ് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഞാനിതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പാൻ ഓവർ ഹീറ്റ് ആവരുത്. അപ്പോൾ നമുക്കിതുപോലെ കറക്റ്റായിട്ട് തന്നെ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്ന സമയത്ത് തന്നെ നല്ലപോലെ ഇത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ അപ്പം നിറയെ ഹോൾസൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഇത് ചുട്ടെടുക്കണം എന്നില്ല. പാലപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് അങ്ങനെയും ചുട്ടെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതേ ഒരു രീതിയിൽ തന്നെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അടുത്ത മാവ് ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ ശരിക്കും നമുക്ക് മാവ് കിട്ടേണ്ടത്. അപ്പോഴാണ് നമുക്കിത് ചുറ്റിച്ചെടുക്കാനൊക്കെ കുറച്ചും കൂടെ നല്ല സുഖമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഇത് ഞാൻ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റാഗി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പോൾ ഇതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് ഒരു അപ്പത്തിൻ്റെ വീഡിയോ കൂടെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ തലേന്നൊക്കെ നമ്മൾ മാവ് അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാവിലെ നമ്മൾ എണീറ്റ ഉടനെ തന്നെ അത് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വലിയവർക്ക് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. രക്തക്കുറവുള്ള കുട്ടികൾക്കും കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കുന്ന ഒരു സമയത്ത് ചിക്കൻ കറിയുടെ അല്ലെങ്കിൽ മുട്ട റോസ്റ്റിൻ്റെ ഒക്കെ കൂടെ റെഡിയാക്കി കൊടുത്താൽ മതി. അപ്പോൾ അവർക്കും കഴിക്കാനായിട്ട് ഇഷ്ടമാവും. ഇപ്പോൾ പൊതുവെ എല്ലാവരും ഡയറ്റൊക്കെ ശീലാക്കിയിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്കും അതുപോലെ തന്നെ ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഉള്ളവർക്കായിട്ടൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു റാഗി.
അപ്പോൾ ഇതേ ഒരു രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുത്തിട്ടോ അല്ലെങ്കിൽ ജ്യൂസായിട്ടൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളെ ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ അതാ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നിറച്ചും ഹോൾസൊക്കെ വന്നിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതാ മടക്കി പിടിക്കുന്ന ആ ഒരു സമയത്തൊക്കെ നല്ലൊരു രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈസി ആയിട്ട് ആർക്കും തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ.